സ്വാത്ത് താഴ്വരയിൽ ഇരുട്ട് പെയ്തിറങ്ങി. താഴ്വരയിലെ ഇരുട്ടിനുള്ളിൽ അജ്ഞാതമായ രഹസ്യങ്ങൾ മറഞ്ഞുകിടന്നു. ഇൽഹാം താഴ്വരയെക്കുറിച്ച് ചിന്തിച്ചു. ഈ താഴ്വര എത്രമാത്രം സുന്ദരമാണോ അതിലേറെ നിഗൂഢവുമാണെന്ന സത്യം അവൻ അറിഞ്ഞു. ഞാൻ മുജീബ് മുസാഫിർ. ഒലീവ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ഫരിഷ്ത എന്ന എൻ്റെ നോവലിൻ്റെ യാത്രാ വഴികളെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫരിഷ്ത എഴുതുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ആദ്യമായി ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 2017 എൻ്റെ ഒരു പാകിസ്ഥാനി സുഹൃത്തുമായി സംസാരിച്ച സമയത്തുണ്ടായ ഒരു ചിന്തയിൽ നിന്നാണ്. അന്നേരം ഇതിനെക്കുറിച്ച് എഴുതണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടാകുകയും പക്ഷെ അത് എഴുതി തുടങ്ങാൻ പിന്നീടും ഒരുപാട് വർഷങ്ങളെടുത്തു. ഫരിഷ്തയെക്കുറിച്ച് ഞാൻ ഒരുപാട് ആലോചനകൾ നടത്തി. ഒരു നോവലിലേക്ക് ഈ ഫരിഷ്തയെ എങ്ങനെ മാറ്റാം എന്നുള്ള ചിന്തയിൽ നിന്ന് ആണ് പിന്നെ ഇൽഹാമിനെ ഞാൻ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇൽഹാമിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. അയാളുടെ ക്യാരക്ടറിനെ കുറിച്ചും അയാളുടെ സംസ്കാരത്തെക്കുറിച്ചും അയാളുടെ ജീവിത രീതികളെ കുറിച്ചും ഒക്കെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഫരിഷ്തയെക്കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഒരു പാകിസ്ഥാനി പെൺകുട്ടി എന്നതിനപ്പുറം അവളുടെ സംസ്കാരത്തെയും അവളുടെ കൾച്ചറിനെയും ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് നിരന്തരമായി പല ആളുകളുമായി ചർച്ച ചെയ്യുകയും ഉണ്ടായി. അങ്ങനെയാണ് വ്യക്തമായ ഒരു ധാരണയിലെത്തുന്നത്. അതിനുശേഷം ഇവരെ എവിടെ ഏത് പ്ലോട്ടിൽ പ്ലേസ് ചെയ്യുമെന്നത് ഒരു വിചാരത്തിൽ നിന്നാണ് മലയാള സാഹിത്യത്തിൽ അധികം പരിചിതമല്ലാത്ത ഏതോ ഒരു അറബി നാട്ടിലുള്ള GCC കൺട്രിയിലുള്ള ഒരു പോർട്ടിലേക്ക് ഇതിനെ പ്ലോട്ട് ചെയ്യാമെന്ന ഒരു ചിന്തയിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത്. സാധാരണ മലയാളി സാഹിത്യത്തിൽ പരിചിതമല്ലാത്ത രണ്ട് സംസ്കാരങ്ങളുടെയും രണ്ട് വ്യത്യസ്ത ആചാരങ്ങളുടെയും ഒരു സംഘർഷമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. അതിലേക്ക് പ്രണയവും കൂടി കടന്നു വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഫരിഷ്ത എന്ന നോവൽ.